അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPIM നേതാക്കൾക്ക് തിരിച്ചടി. പി ജയരാജനും ടി വി രാജേഷും വിചാരണ നേരിടണം. വിടുതൽ ഹർജികൾ CBI കോടതി തള്ളി. ഇരുവർക്കുമെതിരെ ചുമത്തിയത് ഗൂഢാലോചന കുറ്റം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 20-ലധികം മൊഴികൾ അതീവ ഗൗരവമുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഭൂരിപക്ഷം പേരെയും 10 ദിവസത്തിനകം ബന്ധപ്പെടും. നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ കേസെടുക്കും. മുകേഷ് MLA-ക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്കെതിരെ ഗുരുതര പരാതി. ഹോട്ടലിലെത്തിച്ച് കാഴ്ചവെക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി നടിയുടെ ബന്ധുവായ യുവതി DGP-ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. പ്രത്യേക സംഘം അന്വേഷിക്കും. ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് CPI. അജിത് കുമാർ ഇടതുപക്ഷ നിലപാടിന് കളങ്കമെന്ന് ജനയുഗത്തിൽ CPI നേതാവ് പ്രകാശ് ബാബുവിന്റെ ലേഖനം. CPI-യുടെ പ്രഖ്യാപിത നിലപാടാണ് അജിത് കുമാറിനെതിരെ എന്ന് പ്രകാശ് ബാബു. MR അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ടെന്ന് വിജിലൻസ്. പ്രത്യേക സംഘം പരിശോധിച്ചാൽ മതിയെന്ന് വിലയിരുത്തൽ. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനായുള്ള ദൗത്യം പുനരാരംഭിക്കും. ഡ്രഡ്ജർ അഴിമുഖത്തെത്തി. ദൗത്യം കാലാവസ്ഥ കൂടി പരിഗണിച്ച്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വീണ്ടും സ്ഫോടനം. വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് 20 പേർ കൊല്ലപ്പെട്ടു, 450 പേർക്ക് പരിക്ക്. പിന്നിൽ ഇസ്രയേൽ എന്ന് ഹിസ്ബുള്ള, പ്രതികരിക്കാതെ ഇസ്രയേൽ. അടിയന്തര യോഗം വിളിച്ച് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബംഗളൂരു FC ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ. ആദ്യ ജയം തേടി ഹൈദരാബാദും രണ്ടാം ജയം തേടി ബംഗളൂരുവും ഇറങ്ങും.